അല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ അമ്മേ. ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയ കാശ് സുന്ദരി ചേച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടിയില്ലേ? പിന്നെ ഞാൻ എന്തിനാ ഓടി നടന്നിരുന്നേ? അമ്മയുടെ ഓപ്പറേഷന്റെ ബാക്കിയുള്ള പണത്തിന്. ഇപ്പതേ അതും ശരിയായില്ലേ? എവിടുന്ന് ശരിയായി? ശരിയായി എന്ന് പറഞ്ഞാ എന്റെ ഓട്ടം അവസാനിച്ചു എന്ന് അമ്മ മനസ്സിലാക്കിയാ മതി. നീ സത്യം പറ. മുമ്പ് നീ എന്റെ അടുത്തിരുന്ന് വൃക്ക വിൽക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും കുരുത്തക്കേട് നീ ഒപ്പിച്ചോ? എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? എനിക്ക് എന്റെ 2 വൃക്കയും വേണം. എന്നാലല്ലേ നല്ല ആരോഗ്യത്തോടെ എന്റെ അമ്മയെ നോക്കാൻ പറ്റൂ. ഇത് വേറൊരു വഴിയാണമ്മേ. തിരിച്ചു കൊടുക്കേണ്ട കാശാണ്. പക്ഷെ കുറെ നാള് കഴിഞ്ഞ് നമ്മുടെ കൈ കിട്ടുമ്പോ തിരിച്ചു കൊടുത്താ മതി. അങ്ങനെ ആരാ നിനക്കിപ്പോ ലക്ഷങ്ങൾ എടുത്ത് നിന്ന് സഹായിക്കുന്നേ? എന്റെ കണക്കൂട്ടലിൽ ഇപ്പൊ എന്തായാലും അങ്ങനെ ആരുമില്ല. ആരാണെന്ന് നീ സത്യം പറ, അല്ലാതെ ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ അംബാനി ഇല്ലേ അമ്മേ? ഏതംബാനി? ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ. പുള്ളിക്കാരൻ കുറച്ചു മുന്നേ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് ചോദിച്ചു, തങ്കേച്ചിക്ക് സുഖമില്ലാത്ത കാര്യം നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? കാശ് ഞാൻ തരില്ലേ എന്നൊക്കെ. ഉടനെ തന്നെ കാശ് തരാന്നും പറഞ്ഞോട്ടോ. ദേ, വയ്യാന്നൊന്നും ഞാൻ നോക്കുകയല്ല, ഒരെണ്ണം തന്നാലുണ്ടല്ലോ. അംബാനി വിളിച്ചു പോലും. അമ്മയുടെ മോള് നല്ല വഴിക്കല്ലാതെ പോവില്ലെന്ന് അറിഞ്ഞൂടെ? സിറ്റിയിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട വലിയൊരു മനുഷ്യനമ്മേ. അവസ്ഥയൊക്കെ കേട്ടപ്പോ സഹായിക്കാന്ന് പറഞ്ഞു. അത്ര തന്നെ. ആ സാറിന് മക്കളൊന്നുമില്ല. അങ്ങനെ തോന്നിയ സ്നേഹ. നീ ഓരോന്ന് വന്ന് പറയ, ഞാൻ അതൊക്കെ അങ്ങ് വിശ്വസിക്കുക. ദേ, ഇനി ഞാൻ കള്ളം പറയാന്ന് പറഞ്ഞാലുണ്ടല്ലോ. ഇങ്ങോട്ട് മാറി. ഇതങ്ങോട്ട് കൊണ്ടുപോയി കഴിച്ചേ, ഉഷാറാവട്ടെ. എന്റെ അമ്മ, ഇന്ന് എത്ര സന്തോഷമുള്ള ദിവസാണ്. നമുക്ക് സന്തോഷം വന്നാ കേക്ക് വാങ്ങി മുറിച്ച് കഴിക്കാനൊന്നും പറ്റില്ല. എടുത്തു വിഴുങ്ങാൻ ദേ ഈ ഗുളികയുള്ളൂ. ഇന്നെനിക്ക് എന്തൊരു സന്തോഷമുള്ള ദിവസം എന്നറിയോ അമ്മേ? എന്റെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും നടക്കാൻ വേണ്ടി പോവാം. കഴിഞ്ഞ ജന്മത്തില് നീ എന്റെ അമ്മയായിരുന്നു എന്നാ തോന്നുന്നേ. അല്ലാണ്ട് ഇങ്ങനെയൊക്കെ നടക്കൂ? എല്ലാറ്റിലും അവഗണിച്ച ദൈവം ഒരു കാര്യത്തിൽ മാത്രം വാരിക്കോരി തന്നു. നിന്റെ കാര്യത്തില്. സത്യാണോ?